السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് ഈ ദിവസങ്ങളിൽ എവിടെയെല്ലാമാണോ ജമാഅത്ത് സ്ഥാപിതമായിട്ടുള്ളത് അവിടങ്ങളിൽ മുസ്ലിം മൗദിനെ കുറിച്ചുള്ള പ്രവചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം മൗദിന യോഗം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 20 ചരിത്രം ആ ചരിത്രമാണ്. അതിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൽ നിന്ന് വാർത്ത ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പുത്രന്റെ ജനനത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചു. അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. ആ മകന്റെ വിവിധ പ്രത്യേകതകൾ വിവരിച്ചു. ഈ വിളംബരം ഫെബ്രുവരി 20, 1886 പ്രസിദ്ധീകരിച്ചത്. ഞാൻ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് എവിടെയാണോ സാധ്യമാകുന്നത് അവിടെ ഫെബ്രുവരി 20 മുസ്ലിം മൗദിന യോഗം നടത്തുന്നു. എവിടെയാണോ ഈ തീയതിക്ക് സൗകര്യമില്ലാത്തത് അവിടെ മുന്നോട്ടോ പിന്നോട്ടോ മാറ്റുകയോ ചെയ്യുന്നു. മുസ്ലിം മൗദിനം ആചരിക്കുക എന്നത്, അതുമായി ബന്ധപ്പെട്ട് യോഗം സംഘടിപ്പിക്കുക എന്നത് യഥാർത്ഥത്തിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ അതിമഹത്തായ പ്രവചനത്തിന്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതല്ലാതെ ഹദ്റത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹ്മദ് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ ജനനവുമായി ബന്ധപ്പെട്ടല്ല. ഈ വിശദീകരണം ഞാൻ നൽകാനുള്ള കാരണം, ചില ആളുകൾ, ഇവിടുത്തെ പുതിയ തലമുറ യുവാക്കൾ അല്ലെങ്കിൽ അറിവ് കുറഞ്ഞവർ ഈ ഒരു ചോദ്യം ഉന്നയിക്കുന്നു: യൗമെ മുസ്ലിം മൗഊദ് നമ്മൾ ആചരിക്കുമ്പോൾ മറ്റ് ഖലീഫമാരുടെ ജന്മദിനം എന്തുകൊണ്ട് ആചരിക്കുന്നില്ല? അതുകൊണ്ട് ഈ കാര്യം വ്യക്തമാകുന്നതിന് ഹദ്റത്ത് മുസ്ലിം മൗഊദിന്റെ ജനനം 1889 ജനുവരി 12 നടന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞാൻ മുസ്ലിം മൗഊദ് ദിനവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതാണ്. ഒന്നാമതായി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാക്കുകളിൽ തന്നെ ഈ പ്രവചനത്തിന്റെ വാക്കുകൾ സമർപ്പിക്കുന്നതാണ്. പിന്നീട് ഇതുകൂടി അങ്ങയുടെ ലിഖിതങ്ങളിൽ നിന്ന് ഈ കാര്യം തെളിയുന്നു. അങ്ങയുടെ ചിന്താഗതിയും ഇതുതന്നെയായിരുന്നു. ഈ പ്രവചനത്തിന്റെ സാക്ഷാത്കാരം ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയാണ്, മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹ്മദ് ആണ്.
അതുപോലെ തന്നെ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലും ചിന്താഗതി ഇതായിരുന്നു. അതുപോലെ തന്നെ മറ്റു മഹാത്മാക്കളുടെ ചിന്താഗതിയും ഇതായിരുന്നു. ഈ പ്രവചനത്തിന്റെ സാക്ഷാത്കാരം ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി ആണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ പ്രത്യേകതകൾ, അടയാളങ്ങൾ ഈ അടയാളങ്ങൾ പൂർത്തിയായി. അന്യർ സ്വന്തക്കാരും അത് അംഗീകരിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്തു. ഒന്നാമതായി ആ പ്രവചനത്തിന്റെ വാക്കുകൾ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്കുകളിൽ തന്നെ കേൾപ്പിക്കാം. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, പ്രവചനം സ്വയം ഈ വിനീതനെ കുറിച്ചുള്ളതാണ്. ഇന്ന് ഫെബ്രുവരി 20, 1886 അത് ജമാദിൽ അവൽ 12 വളരെ ചുരുങ്ങിയ നിലയിൽ ദൈവിക വെളിപാട് ഉദാഹരണ സഹിതം ഇവിടെ എഴുതുന്നു. വിശദമായ നിലയിൽ ഗ്രന്ഥത്തിൽ എഴുതുന്നതാണ്. പറയുന്നു, സർവശക്തനായ അല്ലാഹു അവൻ എല്ലാ കാര്യത്തിനും പൂർണ്ണമായും കഴിവുള്ളവനാണ്. എന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്റെ ഇൽഹാമിലൂടെ ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിനക്ക് അനുഗ്രഹത്തിന്റെ അടയാളം നൽകുന്നു. നീ എന്നോട് ചോദിച്ച പ്രകാരം ഞാൻ നിന്റെ വിലാപങ്ങൾ കേൾക്കുകയും എന്റെ കാരുണ്യത്താൽ നിന്റെ പ്രാർത്ഥനകൾക്ക് സ്വീകാര്യത നൽകുകയും നിന്റെ യാത്ര ലുധിയാന ഹോഷിയാർപൂരിലേക്കുള്ള യാത്ര നിനക്ക് അനുഗ്രഹീതമാക്കുകയും ചെയ്തിരിക്കുന്നു. അത്ഭുത ശക്തിയുടെയും ഔദാര്യത്തിന്റെയും സായുജ്യത്തിന്റെയും അടയാളം നിനക്ക് നൽകാൻ പോകുന്നു. വിജയങ്ങളുടെ കുഞ്ചിക നിനക്ക് കരസ്ഥമാവുകയാണ്. അല്ലയോ ജയശാലി, നിനക്ക് സമാധാനം. ജീവിതത്തെ ആഗ്രഹിക്കുന്നവർക്ക് മരണത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷ ലഭിക്കാനും കബറുകളിൽ മറവു ചെയ്യപ്പെട്ടവർ പുറത്തു വരുമാറാകാനും ഇസ്ലാം മതത്തിന്റെ മേന്മയും ദൈവവചനത്തിന്റെ പെരുമയും ജനങ്ങൾക്ക് വെളിപ്പെടുന്നതിനും സർവശക്തനും ഇച്ഛിക്കുന്നത് ചെയ്യുന്നവനുമാണ് താൻ എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തുന്നതിനും ഞാൻ നിന്നോടൊപ്പമാണെന്നു അവർക്ക് ദൃഢവിശ്വാസം വരുന്നതിനും ദൈവത്തിന്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവത്തിന്റെ മതത്തെയും ഗ്രന്ഥത്തെയും പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുകയും കള്ളവാദിയായി ചിത്രീകരിക്കുകയും ചെയ്യുന്നവർക്ക് തുറന്ന ദൃഷ്ടാന്തമായിരിക്കുന്നതിനും കുറ്റവാളികളുടെ മാർഗം വെളിപ്പെടുമാറാകുന്നതിനു വേണ്ടിയത്രേ ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത്. ആകയാൽ നിനക്ക് സുവിശേഷമായിരിക്കട്ടെ, പ്രതാപവാനും പരിശുദ്ധനുമായ ഒരു പുത്രൻ നിനക്ക് നൽകപ്പെടും. ഒരു പാവനപുത്രൻ നിനക്ക് ലഭിക്കുന്നതാണ്. ആ കുട്ടി നിന്റെ ബീജത്തിൽ നിന്നും നിന്റെ സന്തതിയിൽ നിന്നുമുള്ളവൻ തന്നെയായിരിക്കും. അങ്ങയുടെ മക്കളിൽ നിന്ന് അങ്ങയുടെ സ്വന്തം തന്നെയായിരിക്കും ആ മകൻ. സുന്ദരനായ പരിശുദ്ധ സുധൻ നിന്റെ വിരുന്നുകാരൻ ഇതാ വരുന്നു. അവന്റെ പേർ ഇമ്മാനുവൽ എന്നും ബഷീർ എന്നും ആണ്. അവന് പാവനമായ ആത്മാവ് നൽകപ്പെട്ടിരിക്കുന്നു. അവൻ അശുദ്ധികളിൽ നിന്നെല്ലാം അതീതനായിരിക്കും. അവൻ ദൈവത്തിന്റെ പ്രഭ ആയിരിക്കും. ആകാശത്തിൽ നിന്ന് വരുന്നവൻ അനുഗ്രഹീതൻ. അവന്റെ വരവോടുകൂടി വരുന്നവനോടൊപ്പം അനുഗ്രഹമുണ്ട്. അവൻ പ്രതാപവും പ്രഭാവവും ഐശ്വര്യമുള്ളവനായിരിക്കും. അവൻ ലോകത്ത് വന്ന് തന്റെ മസീഹി ഗുണവും റൂഹുൽ ഹക്കിന്റെ അനുഗ്രഹവും മുഖേന അനേകരുടെ രോഗത്തെ സുഖപ്പെടുത്തും. അവൻ കലിമത്തുള്ള ആകുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹവും അഭിമാനവും അവനെ മഹത്വത്തിന്റെ വചനത്താൽ അയച്ചിരിക്കുന്നു. അവൻ വലിയ ബുദ്ധിശാലിയും കാര്യജ്ഞനും സഹനശീലനുമായിരിക്കും. ലൗകികവും ആത്മീയവുമായുള്ള വിദ്യയാൽ നിറക്കപ്പെടും. അവൻ 3-നെ 4 തിങ്കളാഴ്ച അനുഗ്രഹീത തിങ്കളാഴ്ച. വാത്സല്യപുത്രൻ, മഹാസൗഭാഗ്യവാനായുള്ളവൻ, ആദ്യന്തരഹിതനായ ദൈവം പ്രത്യക്ഷപ്പെടുന്ന സ്ഥാനവും സത്യത്തിന്റെ ഔന്നിത്യത്തിന്റെ നിലയിലും ഉള്ളവൻ.
അള്ളാഹു ആകാശത്തിൽ നിന്ന് ഇറങ്ങിയതുപോലെ അവന്റെ ആവിർഭാവം എത്രയും അനുഗ്രഹീതവും ദൈവത്തിന്റെ പ്രഭാവം വെളിപ്പെടുന്നതിന് കാരണവുമായിരിക്കും. ഏതൊരുവിനെ ദൈവം തന്റെ അഭിഷ്ടമാകുന്ന പരിമളം കൊണ്ട് പരിലിപ്തമാക്കിയിരിക്കുന്നുവോ ആ പ്രഭാശാലി വരുന്നു. നാം നമ്മുടെ വചനം അവനിൽ ആക്കും. അവന്റെ തലക്കുമീതെ ദൈവത്തിന്റെ നിഴലുണ്ടായിരിക്കും. അവൻ വേഗം വേഗം വളർന്നു വരികയും ബന്ധനസ്ഥനുടെ മോചനത്തിന് കാരണമാവുകയും ചെയ്യും. ഭൂമിയുടെ കോണുകളോളം അവൻ കീർത്തി പ്രാപിക്കും. ജാതികൾ അവങ്കനിൽ നിന്ന് അനുഗ്രഹം കൈക്കൊള്ളും. അനന്തരം അവൻ സ്വർഗത്തിൽ തനിക്കുള്ള ആത്മസ്ഥാനത്തേക്ക് കയറ്റപ്പെടും. ഇത് വിധിച്ചു പോകുന്ന കാര്യമാകുന്നു. അതുപോലെ തന്നെ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചുള്ള ഒരു ഉദ്ധരണിയിൽ അവിടുന്ന് പറയുന്നു, അതുപോലെ തന്നെ എന്റെ ആദ്യത്തെ പുത്രൻ വഫാത്തായപ്പോൾ വിഡ്ഢികളായ മൗലവിമാരും അവരുടെ സുഹൃത്തുക്കളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അവന്റെ മരണത്തിൽ വലിയ സന്തോഷം പ്രകടിപ്പിച്ചു. പല പ്രാവശ്യം അവരോട് പറഞ്ഞു, ഫെബ്രുവരി 20, 1886 ഈ ഒരു പ്രവചനവുമുണ്ട്, ചില ആൺകുട്ടികൾ മരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചെറുപ്രായത്തിൽ ഏതെങ്കിലും കുട്ടികൾ മരിക്കുകയും ചെയ്യേണ്ടത് നിർബന്ധമായിരുന്നു. എന്നിട്ടും അവർ ആരോപണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നില്ല. അപ്പോൾ അല്ലാഹു മറ്റൊരു മകനെക്കുറിച്ച് എനിക്ക് സന്തോഷവാർത്ത നൽകി. എന്റെ ഹരിത വിളംബരത്തിൽ 7-ാം പുറത്ത് ആ രണ്ടാമത്തെ മകന്റെ ജനനത്തെക്കുറിച്ച് ഈ സന്തോഷവാർത്ത ഉണ്ട്. രണ്ടാമത്തെ ബഷീറിന് നൽകപ്പെടും. അവന്റെ രണ്ടാമത്തെ പേര് മഹ്മൂദ് എന്നാണ്. അവിടുന്ന് പറയുന്നു, അവൻ ഏതായിരുന്നാലും ഇന്നുവരേക്കും, അതായത് സെപ്റ്റംബർ 1, 1888 ജനിച്ചിട്ടില്ല. എന്നാൽ അള്ളാഹുവിന്റെ വാഗ്ദാനമനുസരിച്ച് തന്റെ കാലയളവിനുള്ളിൽ തീർച്ചയായും ജനിക്കും. ആകാശവും ഭൂമിയും മാറിപ്പോകും, എന്നാൽ അവന്റെ വാഗ്ദാനം മാറിപ്പോവുകയില്ല. പറയുന്നു, ഇതാണ് ഹരിത വിളംബരത്തിലെ 7-ാം പേജിലെ വിളംബരം. ഇതനുസരിച്ച് ജനുവരി 1889 ആ ആൺകുട്ടി ജനിച്ചു. അവന്റെ പേര് മഹ്മൂദ് എന്ന് വെച്ചു. ഇന്നുവരേക്കും അവൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജീവനോടെയുണ്ട്. 17-ാമത്തെ വയസ്സാണ്. ആദ്യം ഞാൻ പറഞ്ഞത് ആദ്യം എഴുതിയതാണ്, പിന്നീട് പറഞ്ഞത് അവിടുന്ന് ഹക്കീക്കത്തുൽ വഹിയിൽ എഴുതിയ കാര്യമാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരുപാട് ഉദ്ധരണികളുണ്ട്. കൂടുതൽ ഉദ്ധരണികൾ പറയുന്നതിന് പകരം ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ അങ്ങയുടെ സ്ഥാനത്തെക്കുറിച്ച് എന്തായിരുന്നു ചിന്താഗതി എന്നതിനെക്കുറിച്ചൊരു റിവായത്ത് സമർപ്പിക്കാം. പീർ മൻസൂർ മുഹമ്മദ് സാഹിബ് വിവരിക്കുന്നു, ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലിന്റെ വഫാത്തിന് 6 മാസം മുമ്പ് ഹദ്റത്ത് പീർ മൻസൂർ മുഹമ്മദ് സാഹിബ് ഖായിദ യസ്സറുൽ ഖുർആന്റെ രചയിതാവ് പറയുകയുണ്ടായി, എനിക്കിന്ന് ഹദ്റത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ വിളംബരങ്ങൾ വായിച്ച് അറിയാൻ സാധിച്ചു. വാഗ്ദത്ത പുത്രൻ മിയാൻ സാബാണ്, അതായത് ഹദ്റത്ത് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദാണ്. അപ്പോൾ ഹദ്റത്ത് ഖലീഫ അവ്വൽ പറഞ്ഞു, എനിക്ക് ഇത് മുമ്പ് തന്നെ അറിയാം. നീ കാണുന്നില്ലേ നാം മിയാ സാഹിബിനോട് എത്രമാത്രം പ്രത്യേകമായ രീതിയിലാണ് പെരുമാറുന്നത്, അദ്ദേഹത്തെ ഏത് വിധത്തിലാണ് ബഹുമാനിക്കുന്നത്. പീർ സാഹിബ് ഇതേ വാക്കുകൾ എഴുതിക്കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി സമർപ്പിച്ചു. അപ്പോൾ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് എഴുതുകയുണ്ടായി, ഈ വാക്കുകൾ ഞാൻ സഹോദരൻ പീർ മുഹമ്മദ് മൻസൂർ സാഹിബിനോട് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നീട് നൂറുദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പിടുകയും സെപ്റ്റംബർ 10, 1913 അവിടുന്ന് പറയുന്നു, 13 സെപ്റ്റംബർ 1913 വൈകുന്നേരം, അതായത് ഈ സംഭവത്തിന് വൈകുന്നേരം ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് വീട്ടിൽ കട്ടിലിൽ കിടക്കുകയായിരുന്നു. ഞാൻ കാല് തടവിക്കൊണ്ടിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ഒന്നും പറയാതെ തന്നെ സ്വയം പറയുകയുണ്ടായി, ഖലീഫ അവ്വൽ, ഇപ്പോൾ ഈ വിഷയം പ്രസിദ്ധീകരിക്കരുത്. അതായത് ഈ കാര്യം ഹദ്റത്ത് മിർസ ബഷീർ മഹ്മൂദ് അഹമ്മദാണ് ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണം. പിന്നീട് എതിർപ്പുണ്ടാകുമ്പോൾ അത് പ്രസിദ്ധീകരിക്കുക. മറ്റൊരു മഹാത്മാവ് ഗുലാം ഹുസൈൻ സാഹിബ് നമ്പർദാർ മുഹല്ല ഖാഡി സിയാൽകോട്ട്, അവിടുന്ന് മുസ്ലിം മൗദാണ് എന്ന പ്രഖ്യാപനം നടത്തിയതിനു ശേഷം എഴുതുകയുണ്ടായി, എന്റെ പ്രിയപ്പെട്ട നേതാവ്, മാർഗദർശകൻ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനി മുസ്ലിം മൗദ്
അയ്യദുല്ലാഹു തആല ബിൻ അസ്ൽ അസീസ് അൽ ഫസൽ പത്രത്തിൽ ഈ കാര്യങ്ങൾ വായിച്ച് അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്നു. അള്ളാഹു എന്റെ സ്വപ്നത്തെ പൂർത്തിയാക്കുകയുണ്ടായി. താങ്കൾക്ക് അറിയുമായിരിക്കും, ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലിന്റെ ജീവിതകാലത്ത് വിനീതൻ അൽ ഫസലിന്റെ ഓഫീസിൽ മർഹൂം ഷാദി ഖാൻ സാഹിബ് സിയാൽകോട്ടി ഉണ്ടായിരിക്കെ പറയുകയുണ്ട്, അള്ളാഹു എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തരികയുണ്ടായി, ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലിന് ശേഷം താങ്കൾ ഖലീഫയാകും, വിജയിക്കും, താങ്കളിൽ വഹി ഇറങ്ങും. ഈ സ്വപ്നം ഞാൻ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹിന് കേൾപ്പിച്ചിരുന്നു. അപ്പോൾ ഹുസൂർ വളരെയധികം സന്തോഷത്തോടുകൂടി അതിനെ സാക്ഷ്യപ്പെടുത്തി പറഞ്ഞു. അതുകൊണ്ട് ശക്തമായ എതിർപ്പ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിരിക്കുന്നത്. സയ്യദ് ഹാമിദ് ഷാ സാഹിബ് മർഹൂം പറയുന്നു, അൽഹംദുലില്ലാഹ്, ഹുസൂർ സ്വയം മുസ്ലിം മൗദാണ് എന്ന വാദം ഉന്നയിക്കുകയും ചെയ്തു. ഹസ്രത്ത് മുസ്ലിം മൗദ് 1944 ഈ പ്രഖ്യാപനം നടത്തിയത്. അതല്ല എങ്കിൽ എനിക്ക് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലിന്റെ കാലഘട്ടത്തിൽ തന്നെ അവിടുന്ന് മുസ്ലിം മൗദാണ് എന്ന കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു മഹാത്മാവ് സൂഫി മുത്തിയൂർ റഹ്മാൻ സാഹിബ് ബംഗാളി ഹദ്റത്ത് മുസ്ലിം മൗദിന് ഉള്ള ഒരു കത്തിൽ എഴുതുന്നു, മുസ്ലിം മൗദാണ് എന്ന പ്രഖ്യാപനം നടത്തിയതിനു ശേഷമുള്ള കത്തിലാണ് എഴുതുന്നത്, ഞാൻ എന്റെ ഒരു സ്വപ്നം വിവരിക്കുന്നു, ഉചിതമായി കരുതുന്നു. ഈ സ്വപ്നം ഞാൻ 30-40 വർഷം മുമ്പ് കണ്ടതാണ്. ഇതിനു മുമ്പും ഒരിക്കലും ഒരു തവണ കൂടി ഹുസൂറിന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഹുസൂർ മുസ്ലിം മൗദാണ് എന്ന വാദം ഉന്നയിച്ചപ്പോൾ എനിക്ക് ഈ കാര്യത്തിൽ ദൃഢവിശ്വാസം വന്നിരിക്കുന്നു. ഈ സ്വപ്നം ഈ പ്രവചനത്തിന്റെ കുറിച്ചുള്ളതാണ്. ഞാൻ എന്റെ സ്വപ്നത്തിൽ കണ്ടു, ഈദിന്റെ സമ്മേളനമാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ ഉയർന്ന ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് നെഞ്ചുവിരിച്ച് ഖുത്ബ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഖുത്ബ അവസാനിച്ചപ്പോൾ ഞാൻ കൈകൊടുക്കുന്നതിനായി മുന്നോട്ട് വന്നപ്പോൾ കാണുന്നു, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം അല്ല, മറിച്ച് ഹുസൂർ അൻവറാണ്, ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയാണ്. സ്വപ്നത്തിൽ ഡോക്ടർ ബദറുദ്ദീൻ സാഹിബ്, അതേപോലെ തന്നെ മൗലവി സില്ലുർ റഹ്മാൻ സാഹിബ് മുബല്ലിഗിനോടും പറയുകയുണ്ടായി. മൗലവി സില്ലുർ റഹ്മാൻ സാഹിബ് പറഞ്ഞു, ഈ പ്രവചനം സൗന്ദര്യത്തിനും ഔദാര്യത്തിനും നിനക്ക് മാതൃകയായിരിക്കും എന്ന ആ പ്രവചനം ഇതും ഒരു പ്രവചനമാണ്. അത് കാണിച്ചു തരികയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് സർസാവി വിവരിക്കുന്നു, ഞങ്ങൾ തീർച്ചയായും ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ടുണ്ട്, ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അവിടുന്ന് പറയുമായിരുന്നു, ഏതൊരു കുട്ടിയെക്കുറിച്ചാണോ പ്രവചനമുള്ളത് അത് മിയാ മഹ്മൂദ് തന്നെയാണ്. ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഇതും കേട്ടിട്ടുണ്ട്. അവിടുന്ന് പറയാറുണ്ടായിരുന്നു, മിയാ മഹ്മൂദ് ഇത്രമാത്രം ദീനീപരമായ ആവേശമുണ്ട്, ഞാൻ ചില സമയം അദ്ദേഹത്തിനു വേണ്ടി പ്രത്യേകമായ നിലയിൽ ദുആ ചെയ്യുന്നു. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഏതുവരെ അള്ളാഹു പറഞ്ഞില്ലയോ അതുവരെ അവിടുന്ന് മുസ്ലിം മൗദാണെന്ന വാദം ഉന്നയിച്ചില്ല. അള്ളാഹു വ്യക്തമായ നിലയിൽ പ്രഖ്യാപിക്കാൻ വേണ്ടി ഉള്ള അറിയിപ്പ് നൽകിയപ്പോൾ അവിടുന്ന് അത് അറിയിച്ചു. അതിനെക്കുറിച്ച് അവിടുന്ന് പറയുകയുണ്ടായി, ഇതിൽ ഒരു സംശയവുമില്ല, ആ വാഗ്ദത്ത പുത്രനെ കുറിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എഴുതിയിരിക്കുന്ന ഇൽഹാമുകളിൽ അതിൽ പലതും പൂർത്തിയായ കാരണം കൊണ്ട് നമ്മുടെ ജമാഅത്തിലെ ഒരുപാട് ആളുകൾ ഇപ്രകാരം പറയുമായിരുന്നു, ഈ പ്രവചനം തന്നെക്കുറിച്ച് തന്നെയാണ്. എന്നാൽ ഞാൻ എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, ഏതുവരെ അള്ളാഹു എനിക്ക് ഈ കൽപ്പന നൽകുന്നില്ലയോ അപ്രകാരം ഞാൻ പ്രഖ്യാപിക്കണമെന്ന് ഞാനത് പ്രഖ്യാപിക്കുകയില്ല. അവസാനം ആ ദിവസം വന്നു, അള്ളാഹു എന്റെ നാവ് കൊണ്ട് ആ പ്രഖ്യാപനം നടത്തിപ്പിച്ചു. വീണ്ടും അവിടുന്ന് ആ പ്രഖ്യാപന സമയത്ത് പറയുകയുണ്ടായി, ഹോഷിയാർപൂരിലെ ജൽസയിൽ ഞാൻ അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, അള്ളാഹു എന്നെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവചനം അനുസരിച്ചുകൊണ്ട് അങ്ങയുടെ ആ വാഗ്ദത്ത സുതനായി നിശ്ചയിച്ചിരിക്കുന്നു. ആരാണോ മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നാമം ലോകത്തിന്റെ കോണുകളോളം എത്തിക്കേണ്ടത്. പിന്നീട് ലാഹോറിലെ ജൽസയിൽ അവിടുന്ന് പറഞ്ഞു, ഞാൻ ഏകനും പ്രതാപവാനുമായ അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, അവനെ മുന്നിൽ വെച്ച് കള്ള സത്യം ചെയ്യുന്നത് ശബ്ദരുടെ ജോലിയാണ്. അവന്റെ മേൽ കറ്റുകെട്ടുന്നവർ അവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. അള്ളാഹു എന്നെ ഈ നഗരം ലാഹോറിൽ 13 ടെമ്പിൾ റോഡിൽ ഷേഖ് ബഷീർ
സാഹിബ് അഡ്വക്കേറ്റിന്റെ ഭവനത്തിൽ ഈ വാർത്ത നൽകി. ഞാൻ തന്നെയാണ് മുസ്ലിം മൗദിന്റെ പ്രവചനത്തിന്റെ സാക്ഷാത്കാരം. ഞാൻ തന്നെയാണ് ആ മുസ്ലിം മൗദ്. ആരാണോ ഇസ്ലാമിന്റെ സന്ദേശം ലോകത്തിന്റെ കോണുകളോളം എത്തിക്കുക, തൗഹീദ് ലോകത്ത് സ്ഥാപിക്കുക. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം മുസ്ലിം മൗദിനെ കുറിച്ചുള്ള പ്രവചനത്തിൽ വാഗ്ദത്ത പുത്രനെ കുറിച്ചുള്ള അടയാളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം 52 ഉണ്ട്, 58, ഏതായിരുന്നാലും 50 കൂടുതലാണ്. അങ്ങയുടെ ഈ പ്രത്യേകതകൾ അന്യരും സ്വന്തക്കാരും ഏത് പ്രകാരമാണ് മുസ്ലിം മൗദിൽ കണ്ടത്, അതിനെക്കുറിച്ച് വിവരിക്കാം. മുസ്ലിം മൗദിന്റെ മരണസമയത്ത് സയ്യദ് അബുൽ ഫർജ് അൽ ഹസ്നി ദമിഷ്ക് വിവരിക്കുന്നു. ഹദ്റത്ത് അമീറുൽ മുഅ്മിനീൻ ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിന് അഗാധമായ ദുഃഖവും പ്രയാസവും ഉണ്ടായി. ഈ പ്രയാസം എല്ലാ അഹമ്മദികളുടെ മേലും വേദനാജനകമായ സ്വാധീനമാണ് ഉണ്ടാക്കിയത്. ദമിഷ്ക് ജമാഅത്തിന് അങ്ങേയറ്റം ദുഃഖവും വേദനയും ഉണ്ടാക്കി. കാരണം ദമിഷ്ക് ജമാഅത്ത് ഹുസൂറിന്റെ കൈകളാൽ നേരിട്ട് നടപ്പെട്ട ചെടിയാണ്. അത് അങ്ങയുടെ അനുഗ്രഹീത കൈകളാലാണ് നടപ്പെട്ടത്. അത് അങ്ങയുടെ പ്രത്യേക ശ്രദ്ധയും ആത്മീയതയുമാണ് വെള്ളം നൽകിയത്. അങ്ങനെ ഈ ചെടി വളർന്നു, പുഷ്പിച്ചു. അള്ളാഹു അങ്ങയോട് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, സമൂഹങ്ങൾ അങ്ങയിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കും. ഞങ്ങൾ അങ്ങയുടെ ദുആയുടെയും ശ്രദ്ധയുടെയും അനുഭവം കൊണ്ട് ദൈവിക കൃപ കരസ്ഥമാക്കി എഴുതുന്നു. എനിക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട്, ഞാൻ എപ്പോഴും ഹുസൂർ തിരുമനസ്സിനോട് ദുആക്ക് വേണ്ടി അപേക്ഷിച്ചുവോ അപ്പോഴെല്ലാം ഞാൻ അതിന്റെ സ്വീകാര്യതയുടെ സ്വാധീനം ആത്മീയമായും ഭൗതികമായ നിലയിൽ വ്യക്തമായ നിലയിൽ അനുഭവിച്ചു. അള്ളാഹുവിന്റെ വഹി അങ്ങയെക്കുറിച്ച് പൂർണ്ണമായും സത്യമാണ്. പ്രകാശം വരുന്നു, പ്രകാശം. അതിനെ അള്ളാഹു തന്റെ തൃപ്തിയുടെ പരിമളം കൊണ്ട് പരിലിപ്തമാക്കിയിരിക്കുന്നു. 27 ജൂലൈ 1947 അൽ ഫസലിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുഹൈൽ സാഹിബിന്റെ ഒരു സ്വപ്നത്തിൽ പരാമർശം കാണാം. മുഹമ്മദ് മുഹൈൽ സാഹിബ് സ്വപ്നം എഴുതുന്നു. അദ്ദേഹം തന്റെ അനഹമ്മദി ബന്ധുക്കളുടെ താഴെ പറയുന്ന സ്വപ്നം വിവരിക്കുകയുണ്ടായി. എഴുതുന്നു, ഹുസൂർ 1936 നവാബ് ഷായിൽ വന്നപ്പോൾ അന്നൊരു രാത്രി ഞാൻ സ്വപ്നത്തിൽ കണ്ടു. നവാബ് ഷായിലെ ചക്ര വൃത്ത രൂപത്തിലുള്ള മാർക്കറ്റിൽ സ്റ്റേഷന്റെ ഭാഗത്ത് നിന്ന് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഒരാൾ സിംഹത്തിന്റെ പുറത്ത് യാത്ര ചെയ്തുകൊണ്ടുവരുന്നു. എന്റെ അടുത്ത് വന്നപ്പോൾ കണ്ടു അദ്ദേഹത്തിന്റെ അനുഗ്രഹീത ശരീരത്തിൽ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ എഴുതി വച്ചിരുന്നു. ഞാൻ ആളുകളോട് ചോദിച്ചു, ഇതാരാണ്? അവർ പറഞ്ഞു, ഇത് മിർസ മഹ്മൂദ് അഹമ്മദ് ഖാദിയാനിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അദ്ദേഹം എങ്ങനെയുള്ള ആളാണ്? മറുപടി ലഭിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ വലിയുള്ളയാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവചനത്തിന്റെ പൂർത്തീകരണം അള്ളാഹു മറ്റുള്ളവരെ കൊണ്ടും അംഗീകരിപ്പിക്കുകയുണ്ടായി. മൗലവി സമീഉല്ലാ ഖാൻ ഫാറൂഖി പാകിസ്ഥാൻ രൂപീകരിക്കുന്ന മുമ്പ് സത്യത്തിന്റെ പ്രകടനം എന്ന പേരിൽ ഒരു ട്രാക്റ്റിൽ എഴുതി. അദ്ദേഹത്തിന്, അതായത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിവ് ലഭിക്കുന്നു, ഞാൻ നിന്റെ ജമാഅത്തിനായി നിന്റെ മക്കളിൽ നിന്ന് തന്നെ ഒരാളെ എഴുന്നേൽപ്പിച്ചു നിർത്തും. അദ്ദേഹത്തെ തന്റെ സാമീപ്യം കൊണ്ടും വഹി കൊണ്ടും പ്രത്യേകപ്പെടുത്തും. അദ്ദേഹം മുഖേന സത്യം പുരോഗതി പ്രാപിക്കും. ഒരുപാട് ആളുകൾ സത്യം സ്വീകരിക്കും. എഴുതുന്നു, ഈ പ്രവചനം വായിക്കുക, ആവർത്തിച്ചാവർത്തിച്ചു വായിക്കുക, എന്നിട്ട് ഈമാനോടുകൂടി പറയുക, ഈ പ്രവചനം പൂർത്തിയായില്ലേ? ഈ പ്രവചനം ചെയ്ത സമയത്ത് അന്ന് ഇപ്പോഴത്തെ ഖലീഫ കുട്ടിയായിരുന്നു. മീർസ സാഹിബിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തെ ഖലീഫയാക്കുന്നതിന് ഒരു വിധത്തിലുള്ള വസിയത്തും ഉണ്ടായിരുന്നില്ല. എന്നല്ല, ഖിലാഫത്തിന്റെ തിരഞ്ഞെടുപ്പ് പൊതു അഭിപ്രായത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ സമയത്ത് ഭൂരിഭാഗം പേരും ഹക്കീം നൂറുദ്ദീൻ സാഹിബിനെ ഖലീഫയായി അംഗീകരിച്ചു. അപ്പോൾ എതിരാളികൾ ഈ പ്രവചനത്തെക്കുറിച്ച് പരിഹസിക്കുകയും ചെയ്തു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലായപ്പോൾ പരിഹസിക്കുകയും ചെയ്തു. മകനുണ്ടാകും എന്ന് പറഞ്ഞു, പക്ഷെ മകനായില്ല. എന്നാൽ ഹക്കീം സാഹിബിന്റെ മരണത്തിന് ശേഷം മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് ഖലീഫ ആയി നിയോഗിക്കപ്പെട്ടു. ഇതൊരു അനഹമ്മദിയാണ്. എഴുതുന്നു, അഹമ്മദിയല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അഹമ്മദിയത്ത് എത്രമാത്രം പുരോഗതി കൈവരിച്ചിരിക്കുന്നു, അത് അത്ഭുതകരമാണ്. സ്വയം മിർസ സാഹിബിന്റെ സമയത്ത് അഹമ്മദികളുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഖലീഫ നൂറുദ്ദീൻ സാഹിബിന്റെ കാലത്തും പ്രത്യേകമായ പുരോഗതിയൊന്നും ഉണ്ടായില്ല. എന്നാൽ ഇപ്പോഴത്തെ ഖലീഫയുടെ കാലത്ത് മിർസായിയത്ത് ഏകദേശം ലോകത്തിന്റെ എല്ലാ നാടുകളിലും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവസ്ഥകൾ പറഞ്ഞു തരുന്നത് ഇതാണ്. അടുത്ത ജനസംഖ്യാ നിർണയത്തിൽ മിർസായികളുടെ എണ്ണം 1931 അപേക്ഷിച്ച് 2 ഇരട്ടിയിൽ കൂടുതൽ ആയിരിക്കും. എന്നാൽ ഈ അവസ്ഥയിൽ
ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് മിർസായിയത്തിനെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി വ്യവസ്ഥാപിതമായ എല്ലാ ശ്രമങ്ങളും നടക്കുകയും ചെയ്തു. മുമ്പൊരിക്കലും അത്തരത്തിൽ ഉണ്ടായിട്ടില്ല. എഴുതുന്നു, ചുരുക്കത്തിൽ പ്രവചനമനുസരിച്ച് അദ്ദേഹത്തിന്റെ മക്കളിൽ നിന്ന് ഒരാൾ ജമാഅത്തിനായി എഴുന്നേൽപ്പിക്കപ്പെട്ടു. അദ്ദേഹം മുഖേന ജമാഅത്തിന് അത്ഭുതകരമായ പുരോഗതി ഉണ്ടായി. അതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും മിർസ സാഹിബിന്റെ ഈ പ്രവചനം പൂർണ്ണമായും പുലർന്നു എന്ന്. വീണ്ടും ഇന്ത്യയിലെ ഒരു മുസ്ലിം സിഖ് പത്രപ്രവർത്തകൻ അർജുൻ സിംഗ് എഴുതുന്നു, മിർസ സാഹിബ് 1901 അന്ന് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് സാഹിബ് ഇപ്പോഴത്തെ ഖലീഫ കുട്ടിയായിരുന്നപ്പോൾ ഇപ്രകാരം പ്രവചനം ചെയ്തു: നിനക്ക് സന്തോഷ വാർത്ത, നിനക്കൊരു മകനുണ്ട്. അവൻ ഒരു ദിവസം എന്റെ പ്രിയപ്പെട്ടവനായി തീരും. ആ ചന്ദ്രനെ കൊണ്ട് ഞാൻ അന്ധകാരത്തെ ദൂരീകരിക്കും, ഒരു ലോകത്തെ മാറ്റിമറിച്ച് ഞാൻ കാണിക്കും. സന്തോഷ വാർത്തയല്ല, ഹൃദയത്തിനൊരു ഭക്ഷണം നൽകി എന്റെ ശത്രുക്കളെ നിന്ദരാക്കിയ അള്ളാഹു എത്രമാത്രം പരിശുദ്ധൻ. എഴുതുന്നു, ഈ പ്രവചനം നിശ്ചയമായും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. 1901 മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് ഒരു വലിയ പണ്ഡിതനൊന്നുമായിരുന്നില്ല. അങ്ങയുടെ രാഷ്ട്രീയ കഴിവിന്റെ മഹത്വവും വെളിപ്പെടുകയും ചെയ്തിരുന്നില്ല. അപ്പോൾ ഈ കാര്യം പറയുക എന്നത് എന്റെ ഒരു മകൻ ഇപ്രകാരം ആയിത്തീരും നിശ്ചയമായും ഒരാത്മീയ ശക്തിയുടെ തെളിവാണ്. ഇപ്രകാരം പറയാൻ സാധിക്കും: മിർസ സാഹിബ് ഒരു വാദം ഉന്നയിച്ചൊരു കസേരയ്ക്ക് തുടക്കം കുറിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്രകാരം ഊഹിക്കാൻ സാധിക്കുമായിരുന്നു: എന്റെ ശേഷം എന്റെ പ്രാതിനിധ്യം എന്റെ മകനിലായിരിക്കും. എന്നാൽ ഈ ചിന്താഗതി തെറ്റാണ്. കാരണം മിർസ സാഹിബ് ഖലീഫയ്ക്കായി ഒരു നിബന്ധന വെച്ചിട്ടില്ല. തീർച്ചയായും അദ്ദേഹം തന്റെ കുടുംബത്തിൽ നിന്നും തന്റെ ബന്ധുക്കളിൽ നിന്നുമായിരിക്കണമെന്ന്. അങ്ങനെ ഖലീഫ അവൽ അത്തരത്തിലുള്ള ഒരു സാഹിബാണ്. അദ്ദേഹത്തിന് മിർസ സാഹിബിന്റെ കുടുംബവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മൗലവി നൂറുദ്ദീൻ സാഹിബ് ഖലീഫ ആയതിനു ശേഷവും മറ്റാരെങ്കിലും ഖലീഫ ആകാൻ സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെ ആ അവസരത്തിലും മൗലവി മുഹമ്മദ് അലി സാഹിബ് അമീർ ജമാഅത്ത് ലാഹോർ ഖിലാഫത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. എന്നാൽ ഭൂരിപക്ഷം മിർസ ബഷീർ അഹമ്മദ് സാഹിബിനൊപ്പം നിന്നു. അങ്ങനെ അദ്ദേഹം ഖലീഫയായി. എഴുതുന്നു, അപ്പോൾ ചോദ്യം ഇതാണ്: അഥവാ വലിയ മിർസ സാഹിബിന്റെ ഉള്ളിൽ ഒരു ആത്മീയ ശക്തിയും പ്രവർത്തിച്ചിരുന്നില്ല എങ്കിൽ അവസാനം അദ്ദേഹത്തിന് എപ്രകാരമാണ് ഇതറിയാൻ സാധിച്ചത്? എന്റെ ഒരു മകൻ ഇപ്രകാരമായി തീരും. ഏതുപോലെ തന്നെ അദ്ദേഹം മുകളിൽ രേഖപ്പെടുത്തിയോ, അദ്ദേഹത്തിന് 3 മക്കളുണ്ടായിരുന്നു. 3 പേർക്കും വേണ്ടി അദ്ദേഹം ദുആ ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ പ്രവചനത്തിലുണ്ടായിരുന്ന ഒരു മകനെ കുറിച്ച് ആണ് ഉള്ളത്. നാം കാണുന്നു അത് ഈ വിധത്തിൽ സ്ഥാപിതമായി. അത് ലോകത്ത് വലിയ പരിവർത്തനം ഉണ്ടാക്കി. അന്ന് ജമാഅത്തിന്റെ അവസ്ഥ ലോകത്തിന്റെ അന്ന് ഉണ്ടായിരുന്ന ജമാഅത്തിന്റെ മാർഗങ്ങൾ എന്ന് പറഞ്ഞ് വളരെ വിരളമായിരുന്നു. ഇന്നും നമ്മുടെ കയ്യിൽ മാർഗങ്ങൾ ഒന്നും തന്നെയില്ല. എന്നിരുന്നാലും അന്നത്തെ അവസ്ഥയെ അപേക്ഷിച്ച് വളരെ മെച്ചത്തിലാണ്. എന്നാൽ അള്ളാഹുവിന്റെ സഹായത്താൽ ഏകദേശം 50-ലധികം രാജ്യങ്ങളിൽ അഹമ്മദിയത്തിന്റെ ചെടി നടപ്പെടുകയുണ്ടായി. എല്ലാ വൻകരകളിലും ജമാഅത്ത് സ്ഥാപിക്കപ്പെട്ടു. ഹദ്റത്ത് മുസ്ലിം മൗദിനെ കുറിച്ചുള്ള പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയത്തിന്റെയും പരിണിത ഫലമായിരുന്നു ഇത്. വാഗ്ദത്ത പുത്രനെ ജനനത്തിന്റെ കാര്യമായി പറഞ്ഞിരുന്നത് ദീനിൻ ഇസ്ലാമിന്റെ മഹത്വവും അള്ളാഹുവിന്റെ വചനത്തിന്റെ ശ്രേഷ്ഠയും ആളുകളിൽ പ്രകടമാകണം എന്നുള്ളത്. ഇന്ത്യൻ ഉപദ്വീപിലെ പ്രസിദ്ധനായ കവി മൗലവി ജഫർ അലി ഖാൻ സാഹിബ് ജമീന്ദാർ പത്രത്തിന്റെ എഡിറ്റർ വ്യക്തമായ വാക്കുകളിൽ അംഗീകരിച്ചുകൊണ്ട് പറയുന്നു, തന്റെ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട്: ചെവി തുറന്ന് കേട്ടുകൊള്ളുക, നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടാളികൾക്കും മിർസ മഹ്മൂദിനെ ഖിയാമത്ത് നാൾ വരെ നേരിടാൻ സാധ്യമല്ല. മിർസ മഹ്മൂദിന്റെ കൈകളിൽ ഖുർആനുണ്ട്, വിശുദ്ധ ഖുർആന്റെ വിജ്ഞാനമുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്? നിങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഖുർആൻ ഓതിയിട്ടില്ല. മിർസ മഹ്മൂദിന്റെ പക്കൽ അത്തരത്തിലുള്ളൊരു ജമാഅത്തുണ്ട്. അവർ ശക്തിയും ധനവും മനസ്സും അദ്ദേഹത്തിന്റെ കാൽച്ചുവട്ടിൽ ബലിയർപ്പിച്ചിട്ടുള്ളവരാണ്. മിർസ മഹ്മൂദിന്റെ പക്കൽ മുബല്ലിഗുണ്ട്. വിവിധ അറിവുകളിൽ പ്രാവീണ്യം കരസ്ഥമാക്കിയവരാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അദ്ദേഹം തന്റെ കൊടി നാട്ടിയിരിക്കുന്നു. വാഗ്ദത്തപുത്രനെ കുറിച്ചുള്ള മറ്റൊരു ദൈവീക വാഗ്ദാനം അദ്ദേഹം ദൃഢനിശ്ചയമുള്ളവനായിരിക്കുമെന്നാണ്.
അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ആത്മീയ ഭൗതികമായ അറിവ് കൊണ്ട് നിറക്കപ്പെടും എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യയിലെ വളരെ പ്രസിദ്ധനായ വ്യക്തി ഖാജ ഹസൻ നിസാമി അങ്ങയുടെ കഴിവുകളെ കുറിച്ച് എഴുതുന്നു. മുസ്ലിം മൗദിനെ കുറിച്ച് അധികവും രോഗിയായിരിക്കും, എന്നാൽ രോഗം അദ്ദേഹത്തിന്റെ കർമ്മപരമായ ഊഷ്മളതയിൽ തടസ്സം ആകാറില്ല. അദ്ദേഹം എതിർപ്പിന്റെ കൊടുങ്കാറ്റിൽ സമാധാനത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് തന്റെ ധൈര്യത്തെ സ്ഥാപിച്ചു കാണിച്ചു. ഇതും മുഗൾ വംശത്തിന് പ്രത്യേകമായ രാഷ്ട്രീയ വിഷയവും ഉണ്ട്. മതപരമായ ഗ്രാഹ്യവും പ്രാവീണ്യവും അതിശക്തനാണ്. യുദ്ധത്തിന്റെ പ്രാധാന്യവുമുണ്ട്. അതായത് ബുദ്ധിപരവും തൂലികാപരവുമായ യുദ്ധത്തിന്റെ പ്രാവീണ്യം ഉള്ള ആളാണ്. വാഗ്ദത്തപുത്രനെ കുറിച്ച് ഒരു പ്രധാന വാർത്ത നൽകപ്പെട്ടതാണ്. അദ്ദേഹം തടവറയിൽ കഴിയുന്നവരുടെ മോചനത്തിന് കാരണമാകും. ഈ പ്രവചനം വിവിധ രൂപത്തിൽ പ്രാവർത്തികമാവുകയുണ്ടായി. മനുഷ്യബുദ്ധിയെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഉണ്ടായി. കശ്മീരിന്റെ സ്വാതന്ത്ര്യ പദ്ധതി ഇതിന് സാക്ഷ്യമാണ്. ഈ പദ്ധതിയെ വിജയിപ്പിക്കുന്നതിന്റെ കടിഞ്ഞാൺ ഓൾ ഇന്ത്യ കശ്മീർ കമ്മിറ്റിയുടെ പക്കലായിരുന്നു. ഈ കമ്മിറ്റി ഹദ്റത്ത് മുസ്ലിം മൗദിന്റെ ആഹ്വാനവും ഇന്ത്യ പാക്കിലെ വലിയ വലിയ പണ്ഡിതന്മാർ, ഉദാഹരണമായി സുൽഫുഖാർ അലി ഖാൻ, സർ മുഹമ്മദ് ഇക്ബാൽ, ഖാജ ഹസൻ നിസാമി ദഹ്ലവി, സയ്യദ് ഹബീബ്, എഡിറ്റർ സിയാസത്ത് പത്രം എന്നിവരുടെ അഭിപ്രായ പ്രകാരം ജൂലൈ 25, 1921 ഷിംലയിലാണ് സ്ഥാപിതമായത്. അതിന്റെ അധ്യക്ഷ പദവി സ്വയം ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനിക്ക് നൽകി. അങ്ങയുടെ വിജയശ്രീലാളിതമായ നേതൃത്വത്തിന്റെ ഫലം കശ്മീരിലെ മുസ്ലിങ്ങൾ ദീർഘകാലമായി മനുഷ്യാവകാശത്തിന്റെ ഏറ്റവും താഴ്ന്ന അവകാശം പോലും ഇല്ലാതെ അടിമജീവിതം നയിക്കുകയായിരുന്നു. വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിക്കാൻ തുടങ്ങി. അവരുടെ സാമൂഹികവും രാഷ്ട്രീയവുമായ അവകാശം അംഗീകരിക്കപ്പെട്ടു. സംസ്ഥാനത്ത് ആദ്യമായി അസംബ്ലി സ്ഥാപിക്കപ്പെട്ടു. പ്രസംഗലിഖിത രൂപത്തിൽ അവർക്ക് അതിൽ അർഹമായ പ്രാതിനിധ്യം ലഭിച്ചു. അതിനെക്കുറിച്ച് മുസ്ലിം പ്രസ് മുസ്ലിം മൗദിന്റെ സുന്ദരമായ പ്രവർത്തനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് എഴുതുന്നു. ഏതൊരു കാലഘട്ടത്തിൽ കശ്മീരിന്റെ അവസ്ഥ മോശമായിരുന്നുവോ ആ കാലഘട്ടത്തിൽ ആരെല്ലാം വിശ്വാസാഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നിട്ടും മിർസ സാഹിബിനെ അധ്യക്ഷനാക്കി തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ വിജയം മുന്നിൽ വെച്ചുകൊണ്ട് വളരെ നല്ല തിരഞ്ഞെടുപ്പാണ് നടത്തിയത്. അത് അഥവാ വിശ്വാസാഭിപ്രായ വ്യത്യാസം കാരണം മിർസ സാഹിബിനെ തിരഞ്ഞെടുത്തില്ലായിരുന്നുവെങ്കിൽ പദ്ധതി പൂർണ്ണമായും പരാജയപ്പെടുമായിരുന്നു. ഉമ്മത്തിന് വലിയ നഷ്ടമുണ്ടാകുമായിരുന്നു. മൗലാന മുഹമ്മദ് അലി ജോഹർ സാഹിബ്, ഇദ്ദേഹം വലിയ രാഷ്ട്രീയക്കാരനും പണ്ഡിതനുമായിരുന്നു. തന്റെ പത്രം ഹംദർദിൽ 26 സെപ്റ്റംബർ 1927 എഴുതി, നന്ദികേടായിരിക്കും അഥവാ ജനാബ് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അബു സാഹിബിനെയും അദ്ദേഹത്തിന്റെ ജമാഅത്തിനെയും ഈ വരികളിൽ എഴുതാതിരിക്കുക എന്നത്. അവർ തങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും വിശ്വാസാഭിപ്രായ വ്യത്യാസമുണ്ടായിരിക്കെ എല്ലാ മുസ്ലിങ്ങളുടെയും ഗുണത്തിനു വേണ്ടി വഖഫ് ചെയ്തു. ഈ മഹത്തുക്കൾ ഒരു ഭാഗത്ത് മുസ്ലിങ്ങളുടെ രാഷ്ട്രീയത്തിൽ താൽപര്യമെടുക്കുന്നുവെങ്കിൽ മറുഭാഗത്ത് മുസ്ലിങ്ങളുടെ സംഘടനയിലും തബ്ലീഗിലും കച്ചവടത്തിലും അങ്ങേയറ്റം അധ്വാനത്തോടുകൂടി മുഴുകിയിരിക്കുകയാണ്. ആ സമയം വിദൂരമല്ല. ഈ വ്യവസ്ഥാപിതമായ സംഘടനയുടെ രീതി ഇസ്ലാമിന്റെ മഹത്വത്തിനു വേണ്ടി പൊതുവിലും ഈ വ്യക്തികൾക്കായി പ്രത്യേകിച്ചും ആരാണോ ബിസ്മില്ലായുടെ ഗോപുരങ്ങളിലിരുന്ന് ഇസ്ലാമിക സേവനത്തിന്റെ ഘോരമായ പ്രഖ്യാപനങ്ങൾ നടത്തുകയും വിദൂരവും പൊള്ളയുമായ വാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് അവർക്ക് മാർഗദീർഘമായി മാറും. ഈ മൗലവിമാർ ഇരുന്ന് വെറും വാദം ഉന്നയിക്കുകയാണ്, എന്നാൽ ഇവർ പ്രവർത്തിക്കുന്നില്ല. ഈ മൗലവിമാർ ഇരുന്ന് വെറും വാദം ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്, എന്നാൽ ഇവർ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു പ്രസിദ്ധ പണ്ഡിത വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാവ് അല്ലാമ അബ്ദുൽ മാജിദ് ദരിയാബാദി, എഡിറ്റർ സിദ്ഖെ ജദീദിൽ ഹദ്റത്ത് മുസ്ലിം മൗദ് വഫാത്തായപ്പോൾ ഒരു അനുശോചനം എഴുതി. അതിൽ ഹദ്റത്ത് മുസ്ലിം മൗദിന്റെ വിശുദ്ധ ഖുർആൻ ബോധ്യത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് എഴുതുന്നു, വിശുദ്ധ ഖുർആന്റെ വിജ്ഞാനത്തിന്റെയും ആഗോള പ്രചാരണം, ഇസ്ലാമിന്റെ ആഗോള പ്രചാരണത്തിൽ ഏതൊരു പരിശ്രമമാണോ അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടും ദൃഢനിശ്ചയത്തോടുകൂടി നടത്തിയിട്ടുള്ളത്, തന്റെ ദീർഘകാലഘട്ടത്തിൽ അത് തുടർന്നു. അതിന് അള്ളാഹു അദ്ദേഹത്തിന് തക്കതായ പ്രതിഫലം നൽകട്ടെ. വൈജ്ഞാനികപരമായി വിശുദ്ധ ഖുർആന്റെ വിജ്ഞാനത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും വിശദീകരണവും വ്യാഖ്യാനവും പ്രചാരണവും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിനും ഒരു ഉന്നതവും വ്യതിരിക്തവുമായ സ്ഥാനമാണുള്ളത്. ഒരിക്കൽ ഒരു അമേരിക്കൻ പാതിരി കാദിയാനിൽ വന്നു. ഇതും
അദ്ദേഹം ആത്മീയവും ഭൗതികമായ ജ്ഞാനങ്ങളാൽ നിറക്കപ്പെട്ടവനായിരിക്കുമെന്നതിന് ഉദാഹരണമാണ്. 1914 കാര്യമാണ്. അയാൾ ചില അഹമ്മദികളുടെ മുമ്പിൽ ചില മതപരമായ ചോദ്യങ്ങൾ ഉന്നയിച്ചു. അതോടൊപ്പം ഇതുകൂടി പറയുകയുണ്ടായി, ഞാൻ അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്നു. ഞാൻ ഒരുപാട് പണ്ഡിതന്മാരുടെ മുമ്പിൽ ഈ ചോദ്യം ഉന്നയിച്ചു, എന്നാൽ ആരും തന്നെ തൃപ്തികരമായ മറുപടി നൽകിയില്ല. ഞാൻ ഈ ചോദ്യവുമായി ഖലീഫയുടെ മുമ്പിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം എന്ത് മറുപടി തരുന്നു എന്ന് നോക്കാം. മൗലവി ഉമറുദ്ദീൻ ഷിംലവി സാഹിബ് വിവരിക്കുകയാണ്, ചോദ്യം ഇത്രമാത്രം ദുരൂഹവും അത്ഭുതകരവുമായ രീതിയിലുള്ളതായിരുന്നു. എനിക്കത് കേട്ട് ദൃഢവിശ്വാസമുണ്ടായി. അത് ഇപ്പോൾ യുവാവാണ്. ദൈവിക വിജ്ഞാനത്തെക്കുറിച്ച് അധിക അറിവും ഇല്ല, പ്രായവും കുറവാണ്, പരിചയവും വളരെ കുറച്ചു മാത്രമാണുള്ളത്. ഈ ചോദ്യങ്ങൾക്ക് ഒരിക്കലും അദ്ദേഹത്തിന് ഉത്തരം നൽകാൻ സാധിക്കുകയില്ല. അങ്ങനെ ജമാഅത്തിന് വലിയ ദുഷ്പേരുണ്ടാകും, മുഴുവൻ ലോകത്തും ദുഷ്പേരും ലജ്ജയും ഉണ്ടാകും. ഈ അമേരിക്കൻ പാതിരി തിരിച്ചു എന്നുകൊണ്ട് ഈ കാര്യത്തിനുള്ള പ്രോപ്പഗണ്ടയും നടത്തും. അഹമ്മദികളുടെ ഖലീഫ ഒന്നുമല്ല, ക്രിസ്തുമതത്തിനെതിരിൽ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല, വെറും പേരിനുള്ള ഖലീഫ മാത്രമാണ്, വിജ്ഞാനമായ അറിവും ഇല്ല. പറയുന്നു, ഞാൻ ഈ അവസ്ഥയിൽ വളരെയധികം പ്രയാസത്തിലായിരുന്നു. ഞാൻ ഈ കാര്യം പറഞ്ഞു. ഇദ്ദേഹം അദർ സാഹിബിനെ കാണാതെ തിരിച്ചു പോയിരുന്നുവെങ്കിൽ അദ്ദേഹം ഇക്കാര്യത്തിൽ ശഠ്യം പിടിച്ചു, എനിക്ക് ഖലീഫയെ കണ്ട് തന്നെ പോകണം. അവസാനം ഞാൻ അദർ സാഹിബിന്റെ അടുത്ത് പോയി. എന്നിട്ട് പറഞ്ഞു, ഒരു അമേരിക്കൻ പാതിരി വന്നിട്ടുണ്ട്, താങ്കളോട് കുറച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു, എന്താണ് ചെയ്യേണ്ടത്? അദർ സാഹിബ് നിൽക്കാതെ തന്നെ പറഞ്ഞു, അദ്ദേഹത്തെ വിളിക്കുക. ഞാൻ അദ്ദേഹത്തെ കൊണ്ട് ഹാജരായി. അവർക്കിടയിൽ പരിഭാഷകൻ ഞാനായിരുന്നു. അതിൽ ഔപചാരികമായ ചില കാര്യങ്ങൾ സംസാരിച്ചതിനു ശേഷം ചോദ്യങ്ങൾ ചോദിച്ചു. ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ പരിഭാഷ ഞാൻ കേൾപ്പിച്ചു. അതിർത്ത് മുസ്ലിം മോദ് വളരെ ശാന്തിയോടുകൂടി എല്ലാം കേട്ടു. എന്നിട്ട് അതിന് ഇത്രമാത്രം തൃപ്തികരമായ മറുപടി നൽകുകയുണ്ടായി. ഞാൻ കേട്ടുകൊണ്ട് അത്ഭുതപ്പെടുകയുണ്ടായി. എനിക്കൊരിക്കലും വിശ്വാസമുണ്ടായിരുന്നില്ല ഈ ചോദ്യങ്ങൾക്ക് അദർ സാഹിബ് ഇത്രമാത്രം വിജ്ഞാന നിർഭരവും ദൃഢവുമായ മറുപടി നൽകുമെന്ന്. ഞാൻ പാതിരിയെ നോക്കുമ്പോൾ അദ്ദേഹവും അത്ഭുതപ്പെട്ടു. ഞാൻ ഇന്നേവരേക്ക് ഇത്രമാത്രം ശക്തവും തെളിവ് സഹിതവുമായ സംസാരം കേട്ടിട്ടില്ല. നിങ്ങളുടെ ഖലീഫ വലിയ സ്കോളറാണെന്ന് തോന്നുന്നു. ലോകങ്ങളിലെ മതങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് ഗഹനമായ ദൃഷ്ടിയുണ്ട്. വളരെ വിനയത്തോടുകൂടി കുനിഞ്ഞ് അദർ സാഹിബിന്റെ കയ്യിൽ വെച്ചുകൊണ്ട് തിരിച്ചുപോയി. ഫെബ്രുവരിയിൽ ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു അഹമ്മദിയ ലാഹോറിൽ ഇസ്ലാമിലെ സാമ്പത്തിക വ്യവസ്ഥ എന്ന വിഷയത്തിൽ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. ഭൗതികരായ ആളുകളും ഉണ്ടായിരുന്നു. പ്രസംഗത്തിനു ശേഷം അധ്യക്ഷൻ ലാല രാംചന്ദ്ര ചന്ദ അദ്ദേഹം ഒരു ചുരുങ്ങിയ പ്രഭാഷണം നടത്തി. അതിൽ പറഞ്ഞു, ഞാൻ തന്നെ സ്വയം സൗഭാഗ്യവാനായി മനസ്സിലാക്കുന്നു. എനിക്ക് അത്തരത്തിലുള്ള ഒരു വിലപിടിപ്പുള്ള പ്രസംഗം കേൾക്കാൻ അവസരം ലഭിച്ചു. എനിക്ക് ഈ കാര്യത്തിൽ സന്തോഷമുണ്ട്. അഹമ്മദിയത്ത് എന്ന പദ്ധതി പുരോഗമിക്കുന്നു, വ്യക്തമായ നിലയിൽ പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കേട്ട പ്രസംഗം അതിൽ അങ്ങേയറ്റം വിലപിടിപ്പുള്ളതും പുതിയതും ആയ കാര്യങ്ങൾ ഹുസൂർ വിവരിച്ചു. എനിക്ക് ഈ പ്രസംഗം മുഖേന ഒരുപാട് പ്രയോജനം ലഭിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളും ഈ വിലപിടിപ്പുള്ള അറിവിൽ നിന്ന് വളരെയധികം പ്രയോജനം എടുത്തിട്ടുണ്ടായിരിക്കുമെന്നാണ്. എനിക്ക് ഈ കാര്യം വിളംബരം ചെയ്ത് സന്തോഷമുണ്ട്. ഈ ജൽസയിൽ കേവലം മുസ്ലിങ്ങൾ മാത്രമല്ല മുസ്ലിങ്ങളും പങ്കെടുത്തിട്ടുണ്ട്. മുസ്ലിങ്ങളുടെയും അമുസ്ലിങ്ങളുടെയും ഇടയിലുള്ള ബന്ധം മെച്ചപ്പെടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അഹമ്മദിയ ജമാഅത്തിന്റെ ഒരുപാട് സുഹൃത്തുക്കളുമായി എനിക്ക് പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ ജമാഅത്ത് ഇസ്ലാമിന്റെ ആ വ്യാഖ്യാനം നൽകുന്നു. അത് ഈ രാജ്യത്തിന് വളരെയധികം പ്രയോജനമായിട്ടുള്ളതാണ്. ഞാൻ ആദ്യം മനസ്സിലാക്കിയിരുന്നത് അതെന്റെ തെറ്റിദ്ധാരണയാണ്. ഇസ്ലാം കേവലം അതിന്റെ നിയമത്തിൽ മുസ്ലിങ്ങളെ മാത്രമാണ് പരിഗണിക്കുന്നത്. ആ മുസ്ലിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള സ്ഥാനവും ഇല്ല. എന്നാൽ ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹമ്മദിയ ജമാഅത്തിന്റെ പ്രസംഗത്തിലൂടെ ഇസ്ലാം എല്ലാ മനുഷ്യരിലും സമത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു. എനിക്ക് ഇക്കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ആ മുസ്ലിം സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇത്തരത്തിലുള്ള ഇസ്ലാമിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്ത് ഒഴിവ് കഴിവാണുള്ളത്? നിങ്ങൾ
ഏതു വിധത്തിലുള്ള ശാന്തിയോട് സമാധാനത്തോടുകൂടി 2.5 മണിക്കൂർ നേരത്തെ പ്രഭാഷണം കേട്ടത്. ഒരുപക്ഷെ ഒരു യൂറോപ്യൻ ഈ കാര്യം കാണുകയാണെങ്കിൽ ഇന്ത്യ ഇത്രമാത്രം പുരോഗതി കൈവരിച്ചു എന്ന് ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഞാൻ എന്റെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഹദ്റത്ത് ഇമാം ജമാഅത്ത് അഹമ്മദിയാക്കും കൂടെ 100,000-ലധികം നന്ദി അറിയിക്കുന്നു. അദ്ദേഹം അനുഗ്രഹീതമായ തന്റെ പ്രസംഗം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുകയുണ്ടായി. ജനാബ് അഖ്തർ ഔറംഗി സാഹിബ് MA ഉറുദു വകുപ്പ് അധ്യക്ഷൻ, പട്ന യൂണിവേഴ്സിറ്റി. പ്രൊഫസർ അബ്ദുൽ മന്നാൻ ബേദൽ സാഹിബ്, മുൻ അധ്യക്ഷൻ, ഫാർസി വകുപ്പ്, പട്ന യൂണിവേഴ്സിറ്റി, ഇപ്പോൾ തഫ്സീറെ കബീറിനെ കുറിച്ച് തന്റെ ഒരു ദൃക്സാക്ഷി വിവരണം വിവരിക്കുന്നു. പറയുന്നു, ഞാൻ ഒന്നിനു ശേഷം മറ്റൊന്ന് എന്ന നിലയിൽ തഫ്സീറെ കബീറിന്റെ 4 വോള്യങ്ങൾ പ്രൊഫസർ അബ്ദുൽ മന്നാൻ ബേദൽ സാഹിബ്, ഫാർസി വകുപ്പ് അധ്യക്ഷൻ, പട്ന കോളേജ്, ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ, ഷബീന കോളേജ്, പട്ന സമക്ഷത്തിൽ സമർപ്പിച്ചു. അദ്ദേഹം അത് വായിച്ച് ഇത്രമാത്രം സ്വാധീനിക്കപ്പെട്ടു. അദ്ദേഹം മദ്രസ അറബിയ ഷംസുൽ ഹുദയിലെ ഷെയ്ഖിനെ തഫ്സീറിന്റെ ചില വാല്യങ്ങൾ നൽകി. ഒരു ദിവസം അനേകം ഷെയ്ഖുമാരെ വിളിപ്പിച്ച് അവരുടെ അഭിപ്രായം ചോദിച്ചു. ഒരു ഷെയ്ഖ് പറഞ്ഞു, വിശുദ്ധ ഖുർആന്റെ ജ്ഞാനം കൊണ്ട് നിറക്കപ്പെടും എന്നൊരു പ്രവചനം ഉണ്ടായിരുന്നു. ഫാർസി തഫ്സീറിൽ അത്തരത്തിലുള്ള ഒരു തഫ്സീറും ലഭിക്കുകയില്ല. പ്രൊഫസർ അബ്ദുൽ മന്നാൻ സാഹിബ് ചോദിച്ചു, അറബി തഫ്സീറുകളിൽ ലഭ്യമാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കുറച്ചു സമയത്തിന് ശേഷം എല്ലാവരും നിശബ്ദരായി. കുറച്ചു സമയത്തിന് ശേഷം പറഞ്ഞു, പട്നയിൽ മുഴുവൻ അറബി തഫ്സീർ ലഭിക്കുകയില്ല. മിസ്രിലോ ഷാമിലോ പോയി മുഴുവൻ തഫ്സീർ വായിച്ചതിനു ശേഷം യഥാർത്ഥ അഭിപ്രായം പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അബ്ദുൽ മന്നാൻ സാഹിബ് പറയുകയാണ്, മിർസ മഹ്മൂദിന്റെ തഫ്സീറിന് തുല്യമായ ഒരു തഫ്സീർ പോലും കാണാൻ സാധിക്കുകയില്ല. താങ്കൾ ഏറ്റവും പുതിയ തഫ്സീറുകൾ ഷാമിൽ നിന്ന് കൊണ്ടുവരിക, അറബിയിലും ഫാർസിയിലെയും പണ്ഡിതന്മാരെയും ഒരുമിച്ച് കൂട്ടുക, അതുപോലുള്ളൊരു തഫ്സീർ കാണാൻ സാധിക്കുകയില്ല. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സാബ് സക്കർ അദ്ദേഹം ഒരു വൈജ്ഞാനിക വ്യക്തിയെ കുറിച്ച് വിവരിച്ചുകൊണ്ട് പറയുന്നു, ഹുസൂർ സക്കറിൽ വന്നപ്പോൾ ഞാൻ ഒരു സുഹൃത്തിനെ, അദ്ദേഹം എപ്പോഴും തന്റെ അറിവിൽ അഹങ്കരിക്കുമായിരുന്നു, ഹുസൂറുമായി കൊണ്ടുവന്നു. അപ്പോൾ സുഹൃത്തുക്കൾ ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു, ഹുസൂർ അതിന് മറുപടി നൽകുമായിരുന്നു. എന്നാൽ അയാൾ തുടക്കം മുതൽ തന്നെ നിശബ്ദനായിരുന്നു. ഈ മജ്ലിസ് തീർന്നപ്പോൾ ഞാൻ ചോദിച്ചു, താങ്കൾ ഇതുവരെ ചോദ്യമൊന്നും ചോദിച്ചില്ലല്ലോ? അദ്ദേഹം പെട്ടെന്ന് തന്നെ പറഞ്ഞു, ഇവിടെ സംസാരിക്കുക എന്ന് പറയുന്നത് തങ്ങളുടെ രഹസ്യം വെളിപ്പെടുത്തലാണ്. അദ്ദേഹം ശക്തമായ ശത്രുവായിരുന്നു. എന്നാൽ ഹുസൂറിന്റെ സംസാരം ഇത്രമാത്രം സ്വാധീനപ്പെടുത്തുന്നതായിരുന്നു. അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ ഇവിടുന്ന് തന്റെ ഈമാനെ എങ്ങനെയാണ് സുരക്ഷിതമായി കൊണ്ടുപോവുക എന്നാണ് ചിന്തിച്ചത്. ഒരു പത്രം വാരിക, അതിന്റെ എഡിറ്റർ ലാല കരംചന്ദ് കാദിയാനിൽ പോയി മുസ്ലിം മൗതുമായി വളരെ സ്വാധീനിക്കപ്പെട്ട് തിരിച്ചു വന്നു. തന്റെ പത്രത്തിൽ അതിനെക്കുറിച്ചൊരു ലേഖനം എഴുതി. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ജഫറുല്ലാ ഖാനെ വലിയ ആളായിട്ട് മനസ്സിലാക്കിയിരുന്നത്, ചൗധരി ജഫറുല്ലാ ഖാൻ സാഹിബിന്. അദ്ദേഹം വൈസ്രോയുടെ എക്സിറ്റൽ കൌൺസിലിന്റെ മെമ്പറായിരുന്നു. എന്നാൽ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് സാഹിബിന് മുമ്പിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടേതാണ്. അഭിപ്രായങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തെക്കാൾ ഉന്നതമായ അഭിപ്രായമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനം വളരെ ഉയർന്ന ആളാണ്. ഉന്നതമായ ചിന്താഗതിയും ഉന്നതമായ തെളിവുകളും സമർപ്പിക്കുന്നതാണ്. അങ്ങേയറ്റത്തെ വ്യവസ്ഥിതിയുടെ കഴിവുണ്ട്. ഒരു സുഹൃത്ത് ജൽസ കാദിയാനിൽ പങ്കെടുത്തു. അദ്ദേഹം ഹദ്റത്ത് മുസ്ലിം മൗദിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ അനുയായികളെ കുറിച്ചും തന്റെ അഭിപ്രായം വിവരിച്ചു. പറയുന്നു, ഞാൻ മറ്റൊരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി കണ്ടതായിരുന്നു. മുഴുവൻ സംഘവും, മുഴുവൻ ജമാഅത്തും, മുഴുവൻ ജനക്കൂട്ടവും ആ പരിശുദ്ധ നഫ്സ് ഖലീഫയുടെ ഒരു ചെറിയ വിരലിന്റെ അനക്കത്തിന് പിന്നിലായിരുന്നു. ഹദ്റത്ത് ഇമാം ജമാഅത്തിന്റെ കാണാൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൂലികയുടെ ശക്തിയുള്ളവരാണ്. ഉന്നതമായ പ്രാസംഗിക കഴിവുമുണ്ട്. ഉന്നതമായ കാര്യങ്ങൾ നടത്തിക്കാനുള്ള കഴിവുമുണ്ട്. നിയാസ് ഫത്തപൂരി സാഹിബ് തഫ്സീറെ കബീർ വായിച്ചതിനു ശേഷം എഴുതുന്നു, തഫ്സീറെ കബീറിന്റെ 3-ാം വാല്യം ഇന്ന് എന്റെ മുന്നിലുണ്ട്.
ഞാൻ അതിനെ വളരെ ഗഹനമായ ദൃഷ്ടിയോടുകൂടി വായിക്കുന്നു. ഇതിൽ ഒരു സംശയവുമില്ല. വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ പുതിയ ഒരു വശം അദ്ദേഹം തുറന്നു തന്നു. ഈ തഫ്സീർ അതിന്റെ രീതിയിൽ ആദ്യത്തെ തഫ്സീറാണ്. അതിൽ ബുദ്ധിപരവും വൈജ്ഞാനികവുമായ മറുപടികൾ നൽകപ്പെട്ടിരിക്കുന്നു. അങ്ങയുടെ വൈജ്ഞാനിക കഴിവ്, അങ്ങയുടെ ദീർഘദൃഷ്ടി, അങ്ങയുടെ അസാധാരണ ചിന്താഗതി തെളിയിക്കാനുള്ള സൗന്ദര്യപൂർവമായ ശക്തി, അത് ഓരോ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. എനിക്ക് വളരെ ഖേദമുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ് ഈ തഫ്സീറിൽ നിന്ന് ഇത്രമാത്രം അറിവില്ലാത്തവനായി മാറിയത്. ഇതിന്റെ മുഴുവൻ വാല്യങ്ങളും എനിക്ക് ലഭിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ. ഇന്നലെ സൂറ ഹൂദിന്റെ തഫ്സീറിൽ ഹദരത്ത് ലൂത്ത് അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള അവസ്ഥകൾ വായിച്ച് എന്റെ ഹൃദയം പിടഞ്ഞുപോയി. ഞാൻ ഇത് എഴുതാൻ നിർബന്ധിതനായി തീർന്നു. അവിടുന്ന് ഹാ ഉലായി ബനാത്തി എന്നതിന്റെ വ്യാഖ്യാനം നൽകിക്കൊണ്ട് മറ്റു മുഫസ്സിരീങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഒരു ഭാഗം സ്വീകരിച്ചിരിക്കുന്നത്, അതിനെ പ്രശംസിക്കുക എന്നുള്ളത് എന്റെ കഴിവിൽപ്പെട്ടതല്ല. അള്ളാഹു അദ്ദേഹത്തിന് തക്കതായ പ്രതിഫലം നൽകട്ടെ. അന്യരും അതേപോലെ തന്നെ സ്വന്തക്കാരും ഹദരത്ത് മുസ്ലിം അതിനെക്കുറിച്ച് ഉള്ള അഭിപ്രായങ്ങൾ അങ്ങ് കണ്ടപ്പോൾ അങ്ങയുടെ കഴിവ് സ്വാധീനം അവരിൽ ഉണ്ടാകുമായിരുന്നു. അങ്ങയുടെ പ്രത്യേകതകൾ അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുമ്പോൾ എല്ലാവരെയും അത് അത്ഭുതപ്പെടുത്തുമായിരുന്നു. പ്രവചനത്തിന്റെ ഈ പുലർച്ച യുടെ വ്യക്തമായ കാര്യങ്ങളാണ് ഉള്ളത്. ഈ ജൽസകളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യോഗങ്ങളിൽ പ്രവചനത്തെക്കുറിച്ചുള്ള പ്രവചനം, അങ്ങയുടെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ ഹദരത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്ഥാനം ഉയർന്നതിലേക്ക് പോകുന്നതിന് വേണ്ടി ദുആ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ അവസ്ഥകളെക്കുറിച്ച് ആത്മപരിശോധന നടത്തുകയും ചെയ്യേണ്ടതാണ്. അഹമ്മദിയത്തിന്റെ പുരോഗതി ഒരു ദൃഢനിശ്ചയത്തോടുകൂടി ഓരോ ജമാഅത്ത് അംഗത്തിന്റെയും തന്റെ മുഴുവൻ കഴിവുകൾ കൊണ്ടും പുറത്തു കൊണ്ടുവരികയും ഉപയോഗിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ട്. അഥവാ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ അഹമ്മദിയത്തിന്റെ പുരോഗതി നമ്മുടെ ജീവിതത്തിൽ മുമ്പത്തേക്കാൾ കൂടുതലായി പൂർത്തിയാകുന്നതായി നമുക്ക് Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله